പത്തനംതിട്ടയിൽ യാത്രക്കാരൻ ബെല്ലടിച്ചതോടെ കെഎസ്ആർടിസി ബസ് കണ്ടക്ടർ ഇല്ലാതെ ഓടി. കരുമാൻതോട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് സംഭവം. 5 കിലോമീറ്ററാണ് കണ്ടക്ടർ ഇല്ലാതെ ബസ് ഓടിയത്. ബസ് പുനലൂർ സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് യാത്രക്കാരിൽ ആരോ ഡബിൾ ബെല്ലടിച്ചത്. വാഹനം കരവാളൂർ എത്തിയപ്പോഴാണ് കണ്ടക്ടർ ബസ്സിലില്ല എന്ന് തിരിച്ചറിഞ്ഞത്. നെടുങ്കണ്ടത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ മറ്റൊരു ബസ്സിൽ കയറി കണ്ടക്ടർ പിന്നീട് കരവാളൂരിൽ ഇറങ്ങുകയായിരുന്നു. വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു. 5 കിലോമീറ്ററോളം കണ്ടക്ടർ ഇല്ലാതെ ഓടുക, സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചു. ഇത് ഏത് യാത്രക്കാരനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്? വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ, വഴക്കൊന്നുമില്ലാതെ ഇത് പരിഹരിച്ചോ ശശി? പറഞ്ഞത് ഇന്ന് രാവിലെയാണ്. അതായത് പത്തനംതിട്ട നിന്നും കരിമാൻതോട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. ഈ ബസ് ഇവിടെ നിന്നും പുറപ്പെട്ടു പൊല്ലൂരെത്തിയതിനു ശേഷം കണ്ടക്ടർ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഒപ്പിടുന്നതിന് വേണ്ടി പോയ സമയത്ത് ബസ് മറ്റൊരു യാത്രക്കാരൻ കയറി ബെല്ലടിക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് ബസ് ഡ്രൈവർ അറിയാതെ ബസ് എടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും പൊല്ലൂർ സ്റ്റാൻഡിൽ നിന്നും കരവാളൂർ വരെയുള്ള 5 കിലോമീറ്റർ ദൂരം കണ്ടക്ടറില്ലാതെ വണ്ടി ഓടി. പിന്നീട് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വണ്ടി അവിടെ നിർത്തി. തുടർന്ന് മറ്റൊരു ബസ്സിൽ കെഎസ്ആർടിസിയുടെ മറ്റൊരു ബസ്സിൽ കയറി കണ്ടക്ടർ എത്തിയതിനു ശേഷമാണ് പിന്നീട് യാത്ര തുടർന്നത്. എന്തായാലും യാത്രക്കാരൻ കാണിച്ച ഒരു അബദ്ധമാണ് ഈ തരത്തിലൊരു പ്രശ്നം ഉണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ടക്ടർ ഓരോ ബസ് സ്റ്റാൻഡിൽ വരുമ്പോഴും ഓരോ ഡിപ്പോയിൽ വരുമ്പോഴും അവിടെ ഇറങ്ങി ഒപ്പിടാറുണ്ട്. മറ്റു കാര്യങ്ങൾ ബസ്സിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടാറുണ്ട്. അത് ഇറങ്ങിയ സമയത്താണ് ഇത്തരം ഒരു ആശയക്കുഴപ്പമുണ്ടായത്. എന്തായാലും ഈ കയറി യാത്രക്കാരൻ ഡബിൾ ബെല്ല് അടിച്ചോടുകൂടിയാണ് ബസ് കെഎസ്ആർടിസി പുല്ലൂരിൽ നിന്ന് എടുക്കുന്നത്. അവിടുന്ന് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടു. പിന്നീട് 5 കിലോമീറ്റർ ദൂരെ കരവാളൂർ എത്തിയപ്പോഴാണ് കണ്ടക്ടർ എന്നുള്ള കാര്യം ബോധ്യമായത്. ആൾക്കാർ പരസ്പരം ഇക്കാര്യം ടിക്കറ്റ് എടുക്കാനില്ലാതെ ആളില്ലായ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുന്നു. പിന്നീട് ഡ്രൈവറെ ബസ് അവിടെ നിർത്തുകയും ചെയ്തു. തുടർന്ന് മറ്റൊരു ബസ്സിൽ, അതായത് തൊട്ട് പിന്നാലെ വന്ന ബസ്സിൽ കണ്ടക്ടർ കയറിയതിനു ശേഷമാണ് ഈ ബസ് യാത്ര തുടർന്നത്. അപ്പം അത്തരമൊരു അബദ്ധം ഈ വണ്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കെഎസ്ആർടിസിയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഉണ്ടായാൽ ഡ്രൈവറുടെ കണ്ടക്ടർ ഭാഗത്ത് വല്ല അശ്രദ്ധയുണ്ടോ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചാൽ കൃത്യമായ ഒരു കാര്യത്തിൽ കുറിച്ചൊരു അന്വേഷണം കെഎസ്ആർടിസി ഭാഗത്ത് ഉണ്ടാവുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപർണ. ശശി നാരായണൻ വിവരങ്ങൾ നൽകി.